സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ഭാഗവതം മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 19-20 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 21-ാമത് ശ്ലോകമാണ്. ഗിരിം സമാധോ ഗഗനേ സമീരിതാം ഗിരം സമാധോ ഗഗനേ സമീരിതാം നിശമ്യ വേധാനുവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തഥൈവമാചിരം. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേധാ ത്രിദശാൻ ഉവാചഃ ഗാം പൗരുഷീം മേ ശൃണോതാ അമരാ പുനർവിധീയതാമാശു തഥൈവമാചിരം. ഗിരിം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേധാഃ സമാധൗ വേധാഃ ബ്രഹ്മാവ് വിധാതാവ് സമാധൗ സമാധിയിലിരുന്ന നേരത്ത് ബ്രഹ്മദേവൻ പാൽക്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ഭഗവാനെ കണ്ടില്ല. അപ്പോൾ അവിടെ എല്ലാവരോടും ഇരുന്ന് ഏകാഗ്രതയോടുകൂടി പുരുഷസൂക്തം എന്ന വേദമന്ത്രം കൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. അപ്പോൾ അങ്ങനെ സമാധിയിൽ ഇരിക്കുമ്പോൾ ഗഗനേ ആകാശത്തിൽ സമീരിതാം ഉച്ചരിക്കപ്പെട്ട ഗിരം നിശമ്യ വാക്കിനെ കേട്ട് ത്രിദശാൻ ദേവന്മാരോട് ഉവാചഃ പറഞ്ഞു. അമരാ ദേവന്മാരെ പൗരുഷീം ഗാം പരമപുരുഷന്റെ വചനം കഥയതഃ മേ ഞാൻ പറയുന്നത് കഥയതഃ പറയുന്നത് മേ ഞാൻ പറയുന്നത് കഥയതഃ മേ ഞാൻ പറയുന്നത് ശൃണുത കേൾക്കുക. പുനഃ പിന്നീട് തഥായേവ അതേ പ്രകാരത്തിൽ തന്നെ ആശു ഉടനടി വിധീയതാം പ്രവർത്തിക്കുകയും ചെയ്യുക. മാചിരം കാലതാമസം അരുത്. അരുത് ചിരം കാലതാമസം സമയം കളയരുത്. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേധാ ത്രിദശാൻ ഉവാചഃ. വേധാ ത്രിദശാൻ ഉവാച. വേധ ബ്രഹ്മദേവൻ സമാധൗ സമാധിയിലിരുന്ന നേരത്ത് ഗഗനേ ആകാശത്തിൽ സമീരിതാം ഉച്ചരിക്കപ്പെട്ട ഗിരം വാക്കിനെ കേട്ട് ത്രിദശാൻ ദേവന്മാരോട് ഉവാചഃ പറഞ്ഞു. ദേവന്മാരോട് പറഞ്ഞു. ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തഥൈവമാചിരം. ഗാം പൗരുഷീം മേ ശൃണുത അമരാ. പൗരുഷീം ഗാം അമരാ ദേവന്മാരെ പൗരുഷീം ഗാം പരമപുരുഷന്റെ വചനം കഥയതമേ പറയുന്നത് ഞാൻ പറയുകയാണ്. കഥയതമേ പറയുകയാണ് ഞാൻ. പൗരുഷീം ഗാം പരമപുരുഷന്റെ വചനം കഥയതമേ പറയുകയാണ് ഞാൻ. ശൃണുത കേൾക്കുക. പുനഃ പിന്നീട് തഥൈവ തഥായേവ അതേ പ്രകാരത്തിൽ തന്നെ ആശു ഉടനടി വിധീയതാം പ്രവർത്തിക്കുകയും ചെയ്യുക. മാചിരം കാലതാമസം അരുത്. ഇതാണ് 21-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ബ്രഹ്മദേവൻ
പുരുഷസൂക്തം ചൊല്ലി വളരെ ഏകാഗ്രതയോടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഗഗനെ സമീരിത ഗിരം നിശമ്യ, ഗഗനെ സമീരിത ഗിരം നിശമ്യ, ആകാശത്തിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട അശരീരി വാക്ക് നിശമ്യ കേട്ടിട്ട് വിധാതാവ് ബ്രഹ്മദേവൻ ത്രിദശാൻ ദേവന്മാരോട് ഉവാചഹ പറഞ്ഞു. അപ്പൊ അശരീരി വാക്കായിട്ട് കേട്ടത് ശ്രീ മഹാവിഷ്ണുവിന്റെ വാക്കുകളാണ്. അത് ബ്രഹ്മദേവൻ കേട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഗാം പൗരുഷീം ഗാം. ആ പരമപുരുഷന്റെ വാക്കുകളെ ഞാൻ പറയാം ദേവന്മാരെ. അതിനുശേഷം വിധീയതാം ആശു, വേണ്ടതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, വിധിപൂർവം കാര്യങ്ങൾ ചെയ്യാം. പെട്ടെന്ന് തന്നെ തഥൈവ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം. മാചിരം, കാലം കളയരുത്. ഇങ്ങനെയാണ് 21ാമത് ശ്ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 21ാമത് ശ്ലോകം ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. തൽക്കാലേ പുരോഭവി കേവലം തെളിഞ്ഞ് അയുധാർഗമണ്ഡലമുദിച്ചുയരുന്നതുപോലെ പുഷ്കരോദ്ഭവനു കാണായി വന്നിത്. അതിങ്കൽ നിന്നൊക്കവേ ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു. അശരീരി കേട്ടു എന്നുള്ള ഭാഗമാണ്. തൽക്കാലേ പുരോഭുവി കേവലം തെളിഞ്ഞ് അയുധ അർക്കമണ്ഡലം ഉദിച്ചുയരുന്നത് പോലെ, 1000 സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ പുഷ്കരോദ്ഭവൻ ബ്രഹ്മദേവന് കാണായി വന്നിത്. അതിങ്കൽ നിന്നൊക്കവേ ഭഗവത് സങ്കല്പങ്ങൾ കൈവന്നു, ഭഗവാന്റെ വാക്കുകൾ കേൾക്കായി വന്നു. 1000 സൂര്യന്മാർ ഉദിച്ചിരുന്ന പോലെ പുരോഭവി തന്റെ മുൻപിൽ ഒരു പ്രഭാവലയം തെളിഞ്ഞു കണ്ടു. അത് കണ്ടപ്പോൾ അതിൽ നിന്ന് ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു, ഭഗവാന്റെ ശബ്ദം കേൾക്കായി വന്നു. സ്വച്ഛമായി അതിമധുരോക്തി മാർഗോ ഉപശ്രേണി വർച്ചസ, മധുരമായ വാക്കുകളുടെ തേജസാൽ, തേജസാൽ സ്വച്ഛമായി മധുരോക്തി മാർഗോപശ്രേണി വർച്ചസ, നിജഹൃതി വിശ്വാസം വളർന്ന് അതിവിസ്മയം കലർന്ന് അരവിന്ദലോചന പ്രഭാലഗ്നവന്ദനം ചെയ്തു പത്മജൻ തദാമുദാ. ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു, ഭഗവാന്റെ വാക്കുകൾ കേൾക്കായി വന്നു. അപ്പോൾ അത് വളരെ മധുരതരമായ തേജസ് നിറഞ്ഞ ആ വാക്കുകൾ നിജഹൃതി വിശ്വാസം വളർന്ന്, തന്റെ ഹൃദയത്തിൽ വിശ്വാസം വളർത്തിക്കൊണ്ട്, വിസ്മയം കലർന്ന് അരവിന്ദലോചന പ്രഭാലഗ്നവന്ദനം ചെയ്ത് ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് വന്ദിച്ച് പത്മജൻ ബ്രഹ്മാവ് തഥാമുദാ ദക്ഷാരി പാർശ്വമുഖം ഉപഗമ്യ, പരമേശ്വരന്റെ അടുത്തെത്തിയിട്ട്, ശ്രീ മഹാദേവന്റെ അടുത്തെത്തിയിട്ട് നിർജ്ജരന്മാരോടക്ഷണം അവസ്ഥകളെ പേരുമറിയിച്ചാൻ. നിർജ്ജരന്മാർ, ദേവന്മാർ, നിർജ്ജരന്മാർ, ജരാന്തര ബാധിക്കാത്തവർ, വാർദ്ധക്യം ബാധിക്കാത്തവർ, നിർജ്ജരന്മാരോട് അക്ഷണം അപ്പോൾ തന്നെ അവസ്ഥകളെ പേരുമറിയിച്ചാൻ. അതാണ് ഗിരിം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാ ത്രിദശാൻ ഉവാചഃ. ബ്രഹ്മാവ് സമാധിയിൽ നിന്ന് നേരത്തെ ആകാശത്തിൽ ഉച്ചരിക്കപ്പെട്ട വാക്കിനെ കേട്ട് ദേവന്മാരോട്
ഉവാചഹ പറഞ്ഞു. ഞാൻ 21-ാമത്തെ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നത്. തൽക്കാലേ പുരോ ഭുവി കേവലം തെളിഞ്ഞ യുതാർക്കമണ്ഡലം ഉദിച്ചുയരുന്നത് പോലെ പുഷ്കരോദ്ഭവന് കാണായി വന്നിത്. അതിങ്കൽ നിന്നൊക്കമേ ഭഗവത് സങ്കല്പങ്ങൾക്കായി വന്നു. സ്വച്ഛമായി അതിമധുരോക്തി മാർഗോപശ്രേണി വർച്ചസ നിജഹൃതി വിശ്വാസം വളർന്നു അതിവിസ്മയം കലർന്ന അരവിന്ദലോചന പ്രഭാലഗ്നവന്ദനം ചെയ്ത് പത്മജൻ തദാമുദാ ദക്ഷാരി പാർശ്വമുഖമ്യ ഉപഗമ്യ നിർജരന്മാരോടക്ഷണം അവസ്ഥകൾ എപ്പേരുമറിയിച്ചാൻ. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാൻ ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശേഷം ഭാഗം അടുത്തത്.